ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഖിൽ മനക്കപ്പടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കണ്ണാടി പാലം അഥവാ ഗ്ലാസ് ബ്രിഡ്ജ് കാണുവാൻ വേണ്ടിയിട്ടാണ്. വയനാട് ജില്ലയിലെ ഗ്രീൻ മൗണ്ടൻ റിസോർട്ടിലാണ് അത്യപൂർവവും അതിമനോഹരവുമായ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവ കാഴ്ച തന്നെയാണ് നമ്മളുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വയനാട്ടിലെ മേപ്പാടി എന്ന സ്ഥലത്ത് നിന്നും കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ കല്ലാടി എന്ന സ്ഥലം കാണാം. ഇവിടെ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 900 കണ്ടി എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെയാണ് നമ്മളുടെ ഗ്രീൻ മൗണ്ടൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മേപ്പാടിയിൽ നിന്നും കൂടുതലായും സഞ്ചാരികൾ 900 കണ്ടിയിലേക്കാണ് എത്തിച്ചേരുന്നത്. അതും ജീപ്പിലൂടെ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നത്. കാരണം അതൊരു കുണ്ടും കുഴികളൊക്കെ നിറഞ്ഞൊരു വഴിയാണ്. ജീപ്പിലാണ് അധികം സഞ്ചാരികളും ഈ ഒരു സ്ഥലത്തേക്ക്, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് ജീപ്പിൽ തന്നെയാണ്. ബൈക്ക് ഓടിക്കാൻ അധികം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് ആണെങ്കിൽ ബൈക്കിലും നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. ശരിക്കും ഒരു ഹൈ റേഞ്ച് യാത്രയുടെ ഫീലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെയുള്ള ജീപ്പിൽ തന്നെ യാത്ര ചെയ്തെങ്കിലാണ് കിട്ടൂ എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുപോലെ നമ്മൾ ജീപ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ സൈഡുകളിലായിട്ട്, അതായത് ഇതൊരു വനമേഖലയാണ്, വനമേഖലയുടെ സൈഡിലായിട്ട് കേരള വന്യജീവി വകുപ്പിൻ്റെ ബോർഡുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് അതിലെ വിശദ വിവരങ്ങൾ, അതിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പാലിച്ചിട്ട് വേണം നമുക്ക് അതിൽ കൂടി പോകാനായിട്ട്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദമില്ലാതെ നമ്മൾ കാടുകളിൽ പ്രവേശിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് വനമേഖല എന്ന് പറയുന്നത്. യാത്രാമധ്യം നിരവധി കുഴികളും ചെളിയും നിറഞ്ഞതാണ്. ധാരാളം സഞ്ചാരികളാണ് ദിനം പ്രതി ഈ ഒരു സ്ഥലത്തോട്ട് എത്തിച്ചേരുന്നത്. ഇതൊരു ടൂറിസ്റ്റ് മേഖല തന്നെയാക്കി മാറ്റിയിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ മൗണ്ടൻ റിസോർട്ടിൻ്റെ ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നമുക്ക് ഈ ഒരു കണ്ണാടി പാലം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. വീഡിയോ മറ്റേ ചാനലിൽ കൂടി സംഭവം അപ്പോൾ ഇതിലേക്കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു യാത്ര തന്നെയാണ്. കാരണം കല്ലും കട്ടയും അതുപോലെ തന്നെ ചെളിയുമൊക്കെ നിറഞ്ഞ സ്ഥലത്തൂടെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളുടെ ജീപ്പിലെ ഡ്രൈവർ ചേട്ടൻ വണ്ടി ഓടിച്ച് നമ്മളെ അവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഒരു വണ്ടിക്ക് മാത്രം കഷ്ടി പോകാൻ പറ്റുന്ന റോഡുകളൊക്കെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അവിടെയൊക്കെ നമ്മളുടെ വളരെ അതിസാഹസ്യമായിട്ട് തന്നെയാണ് ഇവർ വണ്ടി എടുക്കുന്നതും അതുപോലെ തന്നെ ഒതുക്കി നമ്മളെ മറ്റുള്ള വണ്ടികളൊക്കെ കയറ്റി വിടുന്നതൊക്കെ കാണാനായിട്ട് നല്ലൊരു രസം തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു ജോലി തന്നെയാണെങ്കിലും യാത്ര ചെയ്യുന്നവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സന്തോഷിക്കാനൊരു സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ് നമ്മളുടെ ഈ ഒരു കണ്ണാടി പാലത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഈ കണ്ണാടി പാലത്തിലോട്ട് പോകുന്നത് ജീപ്പിലൂടെ മാത്രമാണ് ഇവിടെ കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൺ സൈഡ് 400 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഡബിൾ സൈഡ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള യാത്രക്ക് വേണ്ടി 800 രൂപയാണ് ജീപ്പ് സവാരിക്ക് വേണ്ടിയിട്ട് ഫീസ് വരുന്നത്. അപ്പോൾ അത് കൂടെ കരുതുക. അതുപോലെ തന്നെ അവിടെ കയറി കഴിയുമ്പോൾ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപയാണ് അവർ നമ്മളുടെ നിന്ന് മേടിക്കുന്നത് എൻട്രി ഫീസ്. അതിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവിടെ, അതും കാണാം നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ച് വന്നേച്ചാൽ നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജും കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ സ്ഥലം ഏകദേശം എത്തിയിരിക്കുന്നു. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമ്മളുടെ വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ടാവും.
നമുക്ക് തിരിച്ച് നമ്മളുടെ സമയം കഴിയുമ്പോൾ 1 മണിക്കൂറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മണിക്കൂർ സമയം നമുക്ക് ഇവിടെ ചിലവഴിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ തന്നെ കയറി നമുക്ക് തിരിച്ച് പോകാവുന്നതാണ്. നമ്മുടെ ഇതിലുള്ളതാ വീഡിയോപ്പാ. തണുപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ്റം കയറി മണക്കൂല. 5 എണ്ണം മനത്തിട്ടില്ല. പോയി പോവാണെങ്കിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അട്ടയുടെ ശല്യം കൂടുതലാണ്. അപ്പോൾ കയ്യിലൊരു അല്പം ഉപ്പൊക്കെ കരുതാൻ നന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ അട്ട കടിച്ച് നശിപ്പിച്ച് കളയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. നമ്മളിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോവുകയാണ്. അതിമനോഹരമായ ഒരു വ്യൂ തന്നെയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുകയാണ്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഞങ്ങളുടെ കാലും അട്ട കടിച്ചിട്ടാ. അട്ട കടിച്ചേ മക്കളെ, അട്ട കടിച്ചു മക്കളെ. തിരക്ക് അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് സന്ദർശകരെ കയറ്റി വിടുന്നത് ഒരു നിശ്ചിത ആൾക്കാരെ മാത്രമായിരിക്കും കയറ്റി വിടുന്നത്. അതും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ തരുന്നതാണ്. ആ ടോക്കൺ നമ്പർ അനുസരിച്ച് മാത്രമായിരിക്കും നമ്മളെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പ്രവേശിപ്പിക്കുന്നത്. അതും കുറച്ച് നിശ്ചിത ആൾക്കാരെ മാത്രമായിരിക്കും പ്രവേശിപ്പിക്കുന്നത്. അതും 3-4 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കം നിമിഷങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിരാവിലെ എത്താനായിട്ട് നമുക്ക് ശ്രമിക്കണം. അതിരാവിലെ എത്തുകയാണെങ്കിൽ വളരെ തിരക്ക് കുറവായിരിക്കും. അതായത് ഏകദേശം ഒരു 10 മണിക്ക് മുമ്പായിട്ട് 10 മണിക്ക് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് എത്തിച്ചേരുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ. ഞങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ഇവിടെ നിന്ന് എന്നാണ് തോന്നുന്നത്. 20 മിനിറ്റ് കൂടുതൽ നിന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം അത്രയും സമയം നമുക്കിവിടെ ചിലവഴിക്കാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ വളരെ വൈകിയാണ് നമ്മളിവിടെ എത്തുന്നത്. നിരവധി സന്ദർശകരാണ് ദിനം പ്രതി ഇവിടെ എത്തി ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണുവാൻ വേണ്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഈ ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പരമാവധി നേരത്തെ തന്നെ എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ തന്നെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും നമ്മളുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ ഇല്ലാതെ ഇല്ല. അപ്പോൾ നമുക്ക് പേടിയുള്ളവർക്ക് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ പോകണം. യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. എങ്കിൽ തന്നെ ചിലവർക്കൊക്കെ പേടി തോന്നാം. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ കയറുമ്പോൾ ശ്രദ്ധിച്ച് പോവുക. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഏകദേശം ഒരു 30 അടിയോളം താഴ്ചയുണ്ട് ഇവിടെ നിന്ന്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ നമുക്ക് ഇവിടെ ചെമ്പ്ര പീക്ക്, അതുപോലെ തന്നെ അരണമല എന്നിവ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതിമനോഹരമായ ഒരു വ്യൂ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ചധികം നേരം നിന്ന് കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോരുത്തർ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കേണ്ട. ഓരോരുത്തർ മാറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുകയാണ്. നല്ല ഒരു ലൊക്കേഷൻ നോക്കിയിട്ടൊക്കെയാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കണേ. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സ്ഥലം നമ്മുടെ ഈ കണ്ണാടി പാലത്തിൻ്റെ അവസാനമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു വ്യൂ തന്നെയാണ് ഈ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അഭയ് ഇവിടെ പല പോസിലുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഒരുത്തൻ ഫോട്ടോഷൂട്ട് എടുത്തിട്ടിരിക്കണ്ട. 1/2 മണിക്കൂർ കൂടുതലായി ഇവിടെ വന്നിട്ട് ഈ കണ്ണാടി എന്നിട്ട് ചില്ല് പാലത്തിൽ കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. മിസ്റ്റർ പോഞ്ഞിക്കര വിപിൻ മനക്കപ്പടിയുടെ ഫോട്ടോഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം രാവിലെ തന്നെ ഇവിടെ എത്തിയതുകൊണ്ട് നമുക്ക് ഒരു കുറച്ചധികം സമയം തന്നെ നമുക്കിവിടെ ചിലവഴിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന്
പല ടൈപ്പിൽ പല പോസിലുള്ള പല ആംഗിളിലൊക്കെ ഉള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ നേരത്തെ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം നമുക്കിവിടെ ചിലവഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മനക്കോടി എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. ഞങ്ങൾ കണ്ണാടി പാലത്തിൽ കയറി സൗന്ദര്യം, വയനാടിന്റെ സൗന്ദര്യം. ലൈറ്റാ. അങ്ങനെ ഞങ്ങൾ കണ്ണാടി പാലത്തിൽ കയറി ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ഞങ്ങളൊന്ന് ആസ്വദിച്ചു.